ഈ ചക്കയിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇതൊന്നും വേണ്ട, ഇടിച്ചക്ക തന്നെ അനേക വിഭവങ്ങളുണ്ട്. ചക്കപ്പുഴുക്കെന്ന് പറയുന്നത്, അതായത് ചക്കപ്പുഴുക്കിന് നമുക്ക് ചക്ക കേക്ക് അല്ലെങ്കിൽ ബിരിയാണി എന്ന് വേണം പറയാം. ചക്ക ബിരിയാണി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡാർഡുണ്ട് പുഴുക്കെന്ന് പറഞ്ഞേക്കാൾ. അതിപ്പോൾ ഇച്ചിരി പോത്തിൻ്റെ എല്ല ഇട്ടുമോ ഇച്ചിരി കോഴിയുടെ കഷ്ണമൊക്കെ ഇട്ട് കഴിഞ്ഞാലും ഇനി അതില്ലെങ്കിലും എന്ത് ചെയ്യുന്നു, ചക്ക ബിരിയാണി. അപ്പോൾ ഈ ചക്ക ബിരിയാണി ദിവസവും നമ്മൾ ചപ്പാത്തി തിന്നുന്ന പോലെ ചോറ് തിന്നുന്ന പോലെ ഈ ചക്ക ബിരിയാണി ദിവസം ഒരു 100 ഗ്രാം വെച്ച് കഴിക്കുക, റെഗുലറായിട്ട് കഴിക്കണം. നമ്മുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പ്ലാവിൽ ചക്ക ഇടും, ഒറ്റ ഇരിപ്പിൽ ആ ചക്ക കൊണ്ട് തിന്ന് തീർക്കും, പിന്നെ 2-3 ആഴ്ച കഴിഞ്ഞ് ചക്ക പറിക്കുള്ളൂ. ഇത് നമ്മുടെ ഒരു വലിയ വീക്ക്നെസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിസ്റ്റമില്ല. അപ്പോൾ ഇത് റെഗുലറൈസ് വരിക. അപ്പോൾ ഈ ചക്കപ്പുഴു കഴിക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ അതിൽ ഫൈബർ, വൈറ്റമിൻസ്, മിനറൽസ്, കാൽസ്യം, പൊട്ടാഷ്യം എല്ലാം, പ്രോട്ടീനും ഒക്കെ കിട്ടും. അതിൻ്റെ എല്ലാം ബാലൻസ്ഡ് ഡയറ്റാണ്. അപ്പോൾ അതൊരു ബാലൻസ്ഡ് ഡയറ്റാണ്. ഇതാണ് ഇതിൻ്റെ പ്ലസ് പോയിൻറ്റ്. 12 മാസം പ്ലാവിൽ ഇലയുണ്ട്. അതായത് മരതകക്കിങ്ങനെ തിങ്ങിങ്ങനെ ചിക്കമ്പഴിയുടെ പാട്ടില്ലേ, അത് പിന്നെ പാടിക്കോണം, അത്ര കിട്ടിയിട്ടു. ഇത് അങ്ങോട്ട് നോക്കി, ആ റോഡ് അങ്ങോട്ട് മരതകക്കാടല്ലേ, പ്ലാതോട്ടം അതിൻ്റെ ആ പച്ചപ്പ് എത്ര സുന്ദരം. അതിൻ്റെ അതോടെ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഓക്സിജൻ്റെ അളവ് എവിടെയോ, എത്ര ടൺ ഓക്സിജനാണ് ഓരോ ദിവസവും ആ പ്ലാവിൽ പുറത്തേക്ക് കൊടുക്കുന്നത്, എത്ര ടൺ കാർബൺ ഡയോക്സൈഡ് അത് ശുദ്ധീകരിച്ച് ഓക്സിജനായിട്ട് കൺവേർട്ട് ചെയ്ത് തരുന്നു. ഭൂമിക്ക് തണലില്ലേ, പോഷകാംശമുള്ള ആഹാരമല്ലേ, ഇതിനെ കഴിഞ്ഞും എന്താ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയാണ് എന്ത് ചെയ്തത് ഈ പ്ലാവ് എന്നുള്ളത് ഞാൻ പറയുന്നത്. അത്രയുള്ള എൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഇന്ത്യയിലെ 2000 കോടി പ്ലാവാണ് എൻ്റെ ടാർഗറ്റ്. അതിൻ്റെ ഭാഗമായിട്ട് ഗോവ രാജമഹൽ പ്ലാവ് വെച്ച് 1.5 വർഷം മുമ്പ്, 20 മാസം മുമ്പ് പ്ലാവ് വെച്ചു. കഴിഞ്ഞ മാസം അതിൽ 7 പ്ലാവെ ചക്ക കായ്ച്ചു. ആ ചക്ക പറിക്കാനായിട്ട് ഗോവ ഗവർണർ, ബീഹാർ ഗവർണർ, തെലുങ്കാന ഗവർണർ, പിന്നെ കേരള വരങ്ങാട്ടുപള്ളി ഗവർണറായി ഗവർണറിനെ സ്പെഷ്യലായിട്ട് ക്ഷണിച്ചു. കാരണം പ്ലാന്തേ കൊടുത്തത് ഞാനവിടെ അവിടെ പിടിച്ചു വെക്കാനായിട്ട് കാണിച്ചു കൊടുത്തു. പിന്നെ അവിടെ പ്ലാവ് ഗാർഡൻ ശ്രീധരൻപിള്ള സാറ് അവിടെ ഓക്കെ ആക്കി. അങ്ങനെയാണ് കഴിഞ്ഞ മാസം പോയി. തെലുങ്കാന ഗവർണർ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റാണ്, അതുകൊണ്ട് ഗൈനക്കോളജിസ്റ്റെ കൊണ്ടല്ല പഠിപ്പിച്ചത്. അവിടെ ഭയങ്കര ഒരു മീറ്റിംഗ്. ഗോവയിലെ 300 കർഷകരെ രാജ്ഭവനിലേക്ക് ക്ഷണിച്ചു. അവർക്കെല്ലാം പ്ലാന്തൈ സമ്മാനമായിട്ട് കൊടുത്തു. ഉച്ചയ്ക്ക് ചക്ക വിഭവങ്ങൾ കിട്ടി, വലിയൊരു സദ്യ കൊടുത്തു. അതായത് പിന്നിൽ നിന്നും ഒരു ഗവർണർ മണ്ണിലേക്ക് കൃഷി അത്രയേറെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ ഗവർണർമാരും മനസ്സ് വെച്ചാലും അതൊരു വശം. കഴിഞ്ഞ വർഷം കർണാടക രാജ്ഭവനിൽ പ്ലാവ് വെച്ചു, കേരള രാജ്ഭവനിൽ പ്ലാവ് വെച്ചു. അപ്പോൾ കഴിഞ്ഞ ഗോവ രാജ്ഭവനിലെ പരിപാടിക്ക് ഉച്ചയ്ക്കത്തെ ലഞ്ച് ഞാൻ ഒന്നിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ എന്ത് ചെയ്യണം, ബീഹാർ രാജ്ഭവനിൽ നമുക്ക് പ്ലാവ് വെക്കണം. യെസ്, മോസ്റ്റ് വെൽക്കം. തെലുങ്കാന രാജ്ഭവനിൽ പ്ലാവ് വെക്കണമെന്ന് പറഞ്ഞു. ഓ, മോസ്റ്റ് വെൽക്കം. അപ്പോൾ ഞാൻ ചോദിച്ചു തെലുങ്കാനയിൽ ഇങ്ങനെ പ്ലാവ് ഇടാം. അന്നേരം പറഞ്ഞാൽ ആന്ധ്രയിലാണ് പ്ലാവ് ഉള്ളത്, തെലുങ്കാനയിൽ പ്ലാവ് ഉള്ളത്. അപ്പോൾ അതൊരു ഓപ്പറേഷൻ ചെയ്യും. അവർ ഗവർണർ കന്യാകുമാരിക്കാരില്ല. ഈ ചക്കയെല്ലാം അവിടെ നിന്ന് പഠിച്ചു തമിഴ്. തമിഴ്. അപ്പോൾ അവിടെ അപ്പന് ഈ ഗവർണറെ പറയാൻ പാടില്ല, ഗവർണറുടെ അപ്പന് 6 പ്രാവശ്യം 7 പ്രാവശ്യം കന്യാകുമാരിയിലെ MP കോൺഗ്രസ്സുകാർ. മകൾ ചാടി BJP ചാടിയിട്ട് അങ്ങനെ ഗവർണറായി അങ്ങനെയാണ് പോകും കാര്യങ്ങൾ. ഇതെല്ലാം നമ്മുടെ കണക്ടിവിറ്റി. അപ്പോൾ ഇവിടെ ഒരു 10 പ്ലാവ് വെക്കുന്നു എന്നുള്ള ഒരു അത് വന്നു ഇവിടെ ബോട്ടം ലെവലിലേക്ക് പോകും. അപ്പോൾ ഇന്ത്യയിലെ ത്രൂ ഔട്ട് ഇനി അടുത്തൊരു ചരിത്രം, കേരളത്തിലല്ലേ ഏറ്റവും കൂടുതൽ പ്ലാവ് അല്ലേ? അങ്ങനെ ചോദിച്ചപ്പോൾ ഒരു സംശയം. കർണാടകയിലുണ്ട്, ഒറീസയിലുണ്ട്. എന്നാൽ കേട്ടോ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്ലാവ് ത്രിപുരയാണ്. ഞാൻ പോയിട്ടുണ്ട് അവിടെ. ഉദയ്പൂരാണോ? ആദ്യം ചോദിച്ചാൽ എനിക്കറിയാം, ത്രിപുരയാണ്. ഞാൻ പോയിട്ടുണ്ട്. അതിന് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചാൽ ഞാനും പറയുന്നത് ആയിരിക്കും സർവേ റിപ്പോർട്ടാണ്. പക്ഷെ വളരെ ചെറിയ സ്ഥലമാണ്. ഓക്കെ, നമ്മുടെ ആൾക്കാരോട് പറയുന്നതല്ലോ, എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചാൽ എനിക്ക് പറയാം. പെർസെൻറ്റേജ് വെച്ചായിരിക്കും. അതൊന്നും ഐ ഡോണ്ട് മൈൻഡ്. ഇപ്പം UN കണക്ക്, ഒരു കണക്ക് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഇപ്പോൾ ഞാൻ ഇന്ത്യയിലുള്ള ആൾക്കാരുടെ കൂടെ തല തൊട്ട് നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ത്രിപുര ഫസ്റ്റ്, ആസാം നെക്സ്റ്റ്, പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് ഉൾപ്പെടെ ബെൽറ്റ് വേറൊന്ന്, ഒറീസ, ആന്ധ്ര, കർണാടക, കേരള, ഇത് തമിഴ്നാട്.
പിന്നെ മഹാരാഷ്ട്ര, ഇങ്ങനെ അതിൻ്റെ Distribution. അപ്പോൾ അതായത് പിന്നെ ഇന്ത്യയുടെ ഡെമോഗ്രാഫിക്കൽ സിറ്റുവേഷൻസ് അനുസരിച്ച് പ്ലാവിൻ്റെ വളർച്ചയും കാര്യങ്ങളുമെല്ലാം വേറിട്ട് നിൽക്കും. ഇപ്പോൾ തീരദേശം കൊണ്ട് പ്ലാവ് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ട് വരണമെന്നില്ല. മിഡ്ലാൻഡാണ് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച്. ഏറ്റവും ബെസ്റ്റ് മിഡ്ലാൻഡാണ്. ഹൈ റേഞ്ചും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഹൈ റേഞ്ചിലെ ഏലത്തോട്ടങ്ങളിൽ ഇപ്പോഴാണ് ചക്ക കായ്ക്കുന്നത്. ഇന്നലെ ഞങ്ങൾ കണ്ടായിരുന്നു ഇടുക്കിയിൽ. അപ്പോൾ സീസണിലാണ് നമുക്ക് ചക്ക. 12 മാസം നമുക്ക് ചക്ക കിട്ടും. കാരണം ഈയിടെ തിരുവനന്തപുരത്ത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് വലിയൊരു കമ്പനിയുണ്ട്. കൃഷിക്കാരെ 500 കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഞാനൊരു കമ്പനി ഫോം ചെയ്തിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് ആ പ്രോജക്റ്റ്, എൻ്റെ അല്ല, കേന്ദ്ര ഗവൺമെൻറ്റാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പങ്കജാക്ഷനാണോ ഒരുമിച്ചാണോ? അല്ല, അതിൻ്റെ പേര് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനീസ്, FPOs. ആ FPOs എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിയാണ്. അത് അനൗൺസ് ചെയ്തിരിക്കുക 10,000 ഓൾ ഓവർ ഇന്ത്യ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാണ് ഞാൻ ഫോം ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ BJP കണക്ഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെ ക്ലൂ കിട്ടി. ഇവിടുത്തെ കേരള കോൺഗ്രസ്സുകാർക്ക് അറിയുന്നില്ല. അവന്മാരിത് പഠിക്കുന്നത് ഒരു 15 ലക്ഷം സബ്സിഡി ഉള്ളതല്ലേ അത്? ഉണ്ടെന്നേ, ഭീകരമായ ഫണ്ടിങ് ഉണ്ടെന്നേ. അതിനകത്ത് ആ ഫണ്ടിങ് ഞങ്ങളിവിടെ ഓൾറെഡി അവൈൽ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഉദാഹരണം 10 ലക്ഷത്തിൻ്റെ ഡ്രോൺ വന്നിരിക്കുക ഞങ്ങളുടെ കമ്പനിയിൽ. കോട്ടയം ജില്ലയിൽ ആദ്യത്തെ ഡ്രോണാണ്. കുട്ടനാടൻ പാടശേഖരങ്ങളിൽ നാനോ യൂറിയ സ്പ്രേ ചെയ്യാനാണ്. അതായത് ഇസ്രായേൽ ടെക്നോളജി, കാർഷിക മേഖലയിൽ ഇസ്രായേൽ ടെക്നോളജി ഇന്ത്യയിൽ കൊണ്ടുവരിക. അതിൻ്റെ എല്ലാം കൂടി ചാർജ് അമിത്ഷായ്ക്കാണ്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. അമിത്ഷായാണ് അതിൻ്റെ കോപ്പറേറ്റീവ് മിനിസ്റ്റർ, അതിൻ്റെ വകുപ്പ് മന്ത്രി. അതെ. അപ്പോൾ സിമ്പിൾ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നാൾ ചാക്കി കെട്ടി വളം കൊണ്ടിയും മരങ്ങളുടെ വേരിലിട്ട് കൊടുക്കുക, അതിൽ നിൽക്കാൻ പോവുക, ഏരിയൽ സ്പ്രേ ലീവ്സ് ഇത് കളക്ട് ചെയ്യും. അതാണ് ഇപ്പോഴത്തെ ടെക്നോളജിയിലേക്ക് ഇതിൻ്റെ ആദ്യ ഭാഗമായി ഇത് വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഓർഗാനിക് പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന കമ്പ്യൂട്ടറിൽ അവനെ റോബോട്ടിക് സാധനമാണ്. അവനെ ഞെക്കി വിട്ട് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ അതാണ് സ്പ്രേ ചെയ്ത് തിരിച്ചു. ആ ടെക്നോളജി. അപ്പം ലേബർ ഇൻറ്റൻസീവ് അടുത്ത പോയി നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ അല്ലേ ലേബർ പ്രോബ്ലം. അപ്പോൾ ലേബർ ഇൻറ്റൻസീവ്. അപ്പോൾ ഹൈലി വെറൈറ്റികളുണ്ട്. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ഉദ്ദേശം കഴിഞ്ഞാൽ കൃഷിക്കാരുടെ ഈ കമ്പനി എന്ത് ചെയ്യണം? അപ്പോൾ അതായി. അപ്പോൾ കൃഷിക്കാരെ ഗവൺമെൻറ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ സാറ് ഈ കമ്പനിയിൽ 2000 രൂപയുടെ ബേസിക് ഷെയർ എടുക്കും. കേന്ദ്ര ഗവൺമെൻറ്റിലൂടെ 2000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇടുക. ദാറ്റ് മീൻസ് മാച്ചിങ് ഫണ്ട്. നിങ്ങൾ മുന്നോട്ട് വരിക, ഗവൺമെൻറ് കൂടെ എന്നുള്ള മെസ്സേജാണ് പറഞ്ഞത്. നിങ്ങൾ കൈ കെട്ടി കഴിഞ്ഞാൽ പഴയ സബ്സിഡി കിട്ടാതെ കഴിഞ്ഞാൽ നടക്കുകയില്ല. ബട്ട് യു വർക്ക്, ഗവൺമെൻറ് വിൽ സപ്പോർട്ട് യു, ഗവൺമെൻറ് ഈസ് വിത്ത് യു. മാത്രമല്ല ഈ കമ്പനിക്ക് 3 വർഷത്തേക്ക് 18 ലക്ഷം രൂപ സാങ്ഷൻ ആക്കിയിരിക്കും. അത് കുറേ അവൈൽ ചെയ്ത് കഴിഞ്ഞു. എന്തിനാ? 3 വർഷത്തെ ഈ സിഒയുടെ ശമ്പളം ഗവൺമെൻറ് കൊടുക്കും. അതെ. അക്കൗണ്ടൻ്റെ ശമ്പളം ഗവൺമെൻറ് കൊടുക്കും. കമ്പ്യൂട്ടർ, ഫർണിച്ചർ, അലമാരി, റൂമിൻ്റെ ഇതിനുള്ള ഫണ്ടുകൂടെ ഗവൺമെൻറ് കൊടുക്കണം ഫോർ 3 years. അപ്പോഴേക്ക് എന്ത് ചെയ്തോണം? സാച്ചുറേഷൻ എത്തിക്കണം. അതുപോലെ തന്നെ കമ്പനിക്ക് മെഷർ പ്ലാന്റ് തുടങ്ങണം. 2 കോടി രൂപ ലോൺ കിട്ടും ഒരു കുറഞ്ഞ റേറ്റിൽ. ഗവൺമെൻറ് ഗ്യാരണ്ടി. പൊട്ടിപ്പൊളിഞ്ഞ് പോയാലും ഷെയർ ഹോൾഡേഴ്സിന് ലൈബിലിറ്റി ഇല്ല. ഗ്രാൻഡ്, നോട്ട് എ ലോൺ. ഓക്കെ. 2 കോടി രൂപ ലോൺ കിട്ടും. ആ ലോണിന് മിനിമം ഇൻട്രസ്റ്റ് കൊടുക്കണം. പ്ലാന്റ് മെഷർ ഇടാൻ വരെ. പൊട്ടിപ്പൊളിഞ്ഞ് പോയാൽ ഗവൺമെൻറ് ഗ്യാരണ്ടി. അതെ. അപ്പോൾ ഈ രീതിയിലാണ് ഗവൺമെൻറ് സപ്പോർട്ട് വരുന്നത്. പക്ഷേ നമ്മുടെ ആളുകൾക്ക് നല്ലൊരു ശതമാനത്തെ പറ്റി ഒരു കാര്യം. അവിടെയാണ് ഏറ്റവും വർക്ക്. രാവിലെ മടുത്ത് വന്ന് കിടക്കുകയാണ്. 6 മണിക്ക് ഇറങ്ങിയത് നമ്മുടെ ഡയറക്ടർമാർ പറയും, ജനന്മാർ ഞാൻ പറയുന്നില്ല, യുവമാരെ എല്ലാവരും ഇന്ത്യയിൽ പറഞ്ഞ് തലയോട്ട് കയറുക. ഇന്നൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 7 ദിവസം കഴിയുമ്പോഴാണ് പിന്നെ ചെയ്തില്ലെന്നാണ് റിപ്പോർട്ട് വരുന്നത്. 7 മാസം കഴിഞ്ഞിട്ടില്ല പിന്നെ. അപ്പം ഇതിനൊക്കെ വെച്ച് എങ്ങനെ വർക്കൗട്ട് ചെയ്യും? അത് അതർത്ഥം ഇതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇനി ഇല്ല, അത് കട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ശരി കഴിഞ്ഞാൽ അപ്പോൾ എന്താ വെച്ചാൽ അവരെ കൊണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളി ഡൽഹിയിൽ നിന്ന് CA ഒക്കെ പഠിച്ച് പുള്ളി സ്വന്തമായി ഭയങ്കര ബിസിനസ് ചെയ്യും, കോടീശ്വരനാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. യവന്മാരെ കൊണ്ട് ഈ ആമയെ കൊണ്ട് പണയം വെച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നിടത്തിട്ടെ ഞാൻ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എനർജി കൊടുക്കും. ആ പുള്ളിയാണ് വെച്ചാൽ എന്നെ കഴിഞ്ഞിട്ട് ചവിട്ടി പ്രായക്കുറവ് നയപരമായിട്ടും ഹി നോസ് എക്സ്പീരിയൻസിലാണ്. എൻ്റെ ഫീൽഡ് വേറെ ഒന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഇതിനെല്ലാം കൂടെ
ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല എൻ്റെ ഉള്ളിൽ. നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു, പക്ഷേ ഇതിനെ പറ്റിയ ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അവരെ പവർ ഡെലിഗേറ്റ് ചെയ്യുക എന്നൊരു കൺസെപ്റ്റിലാണ്. ഇനിയിപ്പോൾ ഉടനെ ഫാക്ടറി ആരംഭിക്കാൻ പോകുക. ഞങ്ങളുടെ പ്രോഡക്റ്റ് എവിടെയാണ് ഫാക്ടറി വരുന്നത്? ഫാക്ടറി ഒന്ന് എറണാകുളത്ത് വരും, ഒരെണ്ണം